Good morning. ഷെയർ ചെയ്തേക്കുന്ന സ്ക്രീൻ ക്ലിയർ അല്ലേ നിങ്ങൾക്ക്? ഓക്കെ ആണോ? ഓക്കെ. നസ്രിയ, ചിച്ചി മോൾ, സ്ക്രീൻ ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ആര്യ, ഓക്കെ. അപ്പോ നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് കമ്പാരിസൺ ആണ് കേട്ടോ. പേപ്പർ ബേസ്ഡ് റെക്കോർഡ്സും ഇലക്ട്രോണിക് റെക്കോർഡ്സും ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്സും തമ്മിലുള്ള ഒരു കമ്പാരിസൺ ആണ് ഇവിടെ ഒരു പാരഗ്രാഫ് ആയിട്ട് തന്നേക്കുന്നത്. ജസ്റ്റ് ഒന്ന് വായിച്ച് മനസ്സിലാക്കുക കേട്ടോ. എന്തൊക്കെയാണ് പേപ്പർ റെക്കോർഡ്സും അല്ലെങ്കിൽ ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്സും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ പേപ്പർ റെക്കോർഡിൽ നിന്നും ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്സിൽ എന്തൊക്കെയാണ് നമുക്കൊരു അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ അതിന്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്, ജസ്റ്റ് ഒരു കമ്പാരിസൺ ആണ് ഈ പാരഗ്രാഫിൽ പറഞ്ഞേക്കുന്നത് കേട്ടോ. നോക്കിയേ, while there is still a noticeable amount of debates around the superiority of the electronic health records over the paper records, the research literature gives a more realistic picture of the benefits and downside. അപ്പൊ നോക്കിയ ഏതിനാണ് അവിടെ സുപ്പീരിയറിറ്റി നമ്മൾ പറയുന്നത്? സുപ്പീരിയർ ആരാ ഇതില്? പേപ്പർ റെക്കോർഡ് ആണോ കുറച്ചും കൂടി, അതോ ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ് ആണോ കുറച്ചും കൂടി നമുക്ക് ബെനിഫിഷ്യൽ ആകുന്നത്, അല്ലെങ്കിൽ കുറച്ചും കൂടി ഈസി, അല്ലെങ്കിൽ ബെറ്റർ ഏതാണ്? നമ്മൾ പറഞ്ഞില്ലേ ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ് തന്നെയല്ലേ പേപ്പർ റെക്കോർഡിനേക്കായും നമുക്ക് കുറച്ച് നമ്മൾ പറഞ്ഞില്ലേ നമുക്ക് ഫയലുകൾ എടുത്തുകൊണ്ട് നടക്കണ്ട, നമുക്ക് ഡേറ്റാസ് അക്സസ് ചെയ്യാൻ എളുപ്പമാണ് അല്ലേ, നമുക്ക് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാം, ഒറ്റ ക്ലിക്കിൽ തന്നെ വേഗം നമുക്ക് ഡേറ്റാസ് എടുക്കാൻ പറ്റും അല്ലേ. അങ്ങനെ പിന്നെ ഓരോ റിപ്പോർട്ടുകൾ അയക്കുന്നതിന് നമുക്ക് ഡിസ്ചാർജ് ബില്ലുകൾ കാര്യം സെറ്റ് ചെയ്യുന്നത്, ഇൻഷുറൻസിന്റെ കാര്യങ്ങളൊക്കെ ക്ലൈംസ് ഇതൊക്കെ സെറ്റ് ചെയ്യാനൊക്കെ ഏതാ നമുക്ക് എപ്പോഴും എളുപ്പം? ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ് തന്നെയല്ലേ അല്ലേ? ഒരു പേപ്പർ റെക്കോർഡ് ആണോ ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ് ആണോ എളുപ്പം? നമ്മൾ പറഞ്ഞില്ലേ ഏതാണ്? ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ് തന്നെയല്ലേ. അപ്പൊ നമുക്ക് ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത്? ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ് തന്നെയാണ്, EHR ആണ് അതിന്റെ. അപ്പൊ എന്താണ് നോക്കിയേ, ഇവിടെ ഒരു നമുക്ക് ഈ പേപ്പർ റെക്കോർഡിനെ വെച്ച് നോക്കുമ്പോൾ ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡുകള് അവർക്ക് എന്തുണ്ട്? ഒരു സുപ്പീരിയറിറ്റി ഉണ്ട് അല്ലെ, അവർക്ക് ഒരു സുപ്പീരിയർ ആണ് അവര്. അത് കുറച്ചും കൂടി പേപ്പർ റെക്കോർഡിനേക്കാൾ ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ് ഒരു മേൽക്കോയ്മ ഉണ്ട് അല്ലെ. അത് നമുക്ക് അത് വെച്ചിട്ട് അല്ലെ, അപ്പൊ അത് നമുക്ക് അതിനെ സംബന്ധിച്ച് കുറച്ച് ഡിബേറ്റുകള് ഇപ്പോഴും നോട്ടീസബിൾ എന്ന് വെച്ചാൽ ശ്രദ്ധേയമായ ഡിബേറ്റ്സുകൾ നടക്കുന്നുണ്ടെങ്കിലും നമുക്ക് കൂടുതൽ ഒരു നല്ലൊരു റിയലിസ്റ്റിക് ആയിട്ടുള്ള യഥാർത്ഥമായിട്ടുള്ള പിക്ചർ നമുക്ക് റിസർച്ചിലൂടെ അതിന്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ് അല്ലെങ്കിൽ അതിന്റെ പോരായ്മകള് എന്നിവയെ കുറിച്ച് റിസർച്ച് ലിറ്ററേച്ചറിലൂടെ നമുക്ക് എന്ത് ചെയ്യുന്നു? ഒരു യഥാർത്ഥമായിട്ടുള്ള ഒരു പിക്ചർ, യഥാർത്ഥമായിട്ടുള്ള ഒരു ചിത്രം ലഭിക്കുന്നു. അവിടെ രണ്ട് നോക്കിയേ, ഫസ്റ്റ് പേര് തന്നേക്കുന്നത് നോക്കിയേ, the increased transparency, portability and accessibility gained by the adoption of electronic medical records may make larger the case with which can access by healthcare professional. അതൊന്ന് നോട്ട് ചെയ്തോ കേട്ടോ. നോട്ട് ചെയ്യാൻ പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാല് ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡിന്റെ സവിശേഷതയാണ്. 3 പേഴ്സ് ഒന്ന് നോട്ട് ചെയ്യാം. നോക്കിയ ട്രാൻസ്പെറൻസി, അത് എങ്ങനെയാ? ട്രാൻസ്പെറന്റ് ആണ്, സുതാര്യതയുണ്ട്. പോർട്ടബിൾ ആണ്, ഈസി പോർട്ടബിൾ എന്ന് വെച്ചാൽ ചേഞ്ച് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് നമുക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ ചെയ്യാൻ പറ്റും. ആൻഡ് അക്സസിബിലിറ്റി, അക്സസ് ചെയ്യാൻ പറ്റും,
പറഞ്ഞേക്കുന്നത് അല്ലെ. അപ്പൊ ഇതിങ്ങനെ ഈ ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്സ് അഡോപ്റ്റ് ചെയ്യുന്നതിലൂടെ നമുക്ക് എന്ത് പറ്റുന്നു, ഹെൽത്ത് കെയർ പ്രൊഫഷണൽസിന് എങ്ങോട്ട് ആ റെക്കോർഡ് പെട്ടെന്ന് എടുക്കാനായിട്ട് അല്ലെ, അല്ലെങ്കിൽ ആ പേഷ്യൻസിന്റെ ഡേറ്റാബേസിലേക്കുള്ള പെട്ടെന്നുള്ള പ്രവേശനം സാധ്യമാകുന്നു. അതാണ് കേട്ടോ ഒന്നാമത്തെ പോയിന്റ് അവിടെ പറഞ്ഞേക്കുന്നത്. പെട്ടെന്ന് നമുക്ക് എന്താണ് ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡിലൂടെ പേഷ്യൻസിന്റെ ഡേറ്റാസ് പെട്ടെന്ന് അസസ് ചെയ്യാൻ പറ്റുന്നു അല്ലെ. അസസിബിലിറ്റി ഉണ്ട്, പോർട്ടബിലിറ്റി ഉണ്ട്, ട്രാൻസ്പെറൻസി ഉണ്ട്. ഇനി നോക്കിയേ പാർട്ട് ഓൾസോ ക്യാൻ എൻലാർജ് ദ എമൗണ്ട് ഓഫ് സ്റ്റോളൻ. സ്റ്റോളൻ എന്ന് പറഞ്ഞാൽ മോഷ്ടിക്കുക, മോഷ്ടിക്കുക. സ്റ്റോളൻ ഇൻഫർമേഷൻ ബൈ അൺഓതറൈസ്ഡ് പേഴ്സൺ. അനധികൃതമായിട്ടുള്ള വ്യക്തികള്, അൺഓതറൈസ്ഡ് പേഴ്സൺ ഓർ അൺട്രസ്റ്റ്വർത്തി എന്ന് വെച്ചാൽ വിശ്വാസയോഗ്യമല്ലാത്ത ആളുകള്. യൂസേഴ്സ് വേഴ്സസ് പേപ്പർ മെഡിക്കൽ റെക്കോർഡ്സ്. അപ്പൊ പേപ്പർ മെഡിക്കൽ റെക്കോർഡ്സില് അടുത്തത് പേപ്പർ മെഡിക്കൽ റെക്കോർഡ്സിന്റെ പറഞ്ഞേക്കുന്നേ. അപ്പൊ എന്താണ് പേപ്പർ മെഡിക്കൽ റെക്കോർഡ്സ് ആകുമ്പോൾ ഈ അങ്ങനെ എന്താ പറയാ, നമുക്കത് വിശ്വാസമല്ലാത്ത ആളുകള് അല്ലെങ്കിൽ അതിന് അനുമതി ഇല്ലാത്ത ആളുകള് ചിലപ്പോ ആ ഡേറ്റാസ് സ്റ്റോളൻ എന്ന് വെച്ചാൽ മോഷ്ടിക്കാനായിട്ട് അല്ലെ, അല്ലെങ്കിൽ അവർ എന്താ പറയാ അങ്ങനെ എന്തെങ്കിലും കള്ളത്തരങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടാകാനായിട്ട് ഈ പേപ്പർ റെക്കോർഡില് പെട്ടെന്ന് അല്ലെ അതിനുള്ള ഒരു ചാൻസ് കൂടുതലാണ്. രണ്ടാമത്തെ പേപ്പർ റെക്കോർഡിന്റെ ആയിട്ട് പറഞ്ഞേക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് മോഷ്ടിക്കാനുള്ള പുറമേ നിന്നുള്ള ഒരാള്, അതിന് അധികാരം ഇല്ലാത്ത അല്ലെ അനുമതി ഇല്ലാത്ത ആളുകള് അല്ലെങ്കിൽ അനധികൃതമായിട്ട് ഡേറ്റാസ് ഒക്കെ എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ നമുക്ക് അവിടുത്തെ ഇൻഫർമേഷൻ അല്ലെ ശേഖരിച്ചു വെച്ചേക്കുന്ന ഇൻഫർമേഷൻ മോഷ്ടിക്കാനുള്ള സാധ്യതയുണ്ട്. As acknowledged by the increased security needs for electronic medical record included in the Health Information and Accessibility Act, by large-scale violation in confidential records reported by the EMR users. Okay, അടുത്ത പറഞ്ഞേക്കുന്ന Health Information and Accessibility Act. ഹെൽത്ത് ഇൻഫർമേഷൻ ആൻഡ് അക്സസിബിലിറ്റി ആക്ടില് ഉൾപ്പെടുത്തിയിരിക്കുന്ന EMR ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ് ഏതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഹെൽത്ത് ഇൻഫർമേഷൻ ആൻഡ് അക്സസിബിലിറ്റി ആക്ടില് ഉൾപ്പെടുത്തിയിട്ടിരിക്കുന്ന ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്സ്. അപ്പൊ ഈ യൂസേഴ്സിന് ഈ ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്സ് ആകുമ്പോഴേക്കും അത് എന്താണ് ആ യൂസേഴ്സിന് എന്താണ് സെക്യൂരിറ്റി നമുക്ക് കൂട്ടാൻ പറ്റും അല്ലെ. ഇങ്ങനെ അപ്പൊ നമ്മള് പേപ്പർ ബേസ്ഡ് റെക്കോർഡിന്റെ കാര്യം പറഞ്ഞില്ലേ, ഇങ്ങനെ മോഷ്ടിക്കാനുള്ള സാധ്യതയൊക്കെ കൂടുതലാണ് അതില്. അത് ഏതുമായിട്ട് നമുക്ക് ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ് ആയിട്ട് അല്ലെ ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ് യൂസേഴ്സിന് എന്താ നമ്മുടെ ഡേറ്റാസ് കുറച്ചും കൂടി സെക്യൂരിറ്റി സുരക്ഷിതമായിട്ട് വെക്കാനായിട്ട് EMRന് കഴിയും, ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡിലൂടെ കഴിയും. ഉണ്ടാ പറയാൻ രണ്ട് ഇത് പറഞ്ഞേക്കുന്നത്. പേപ്പർ റെക്കോർഡ് ആകുമ്പോഴത്തേക്കും അത് മോഷ്ടിച്ചുകൊണ്ട് പോകാനുള്ള സാധ്യതയൊക്കെ കൂടുതലാണ്. പക്ഷെ അത് വെച്ചിട്ട് ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡിന് എന്താ സെക്യൂരിറ്റി കൂടുതലല്ലേ, സെക്യൂരിറ്റി കൂടുതലാണ് അല്ലെ. അങ്ങനെ നമ്മൾ രഹസ്യാത്മകമായിട്ട് സൂക്ഷിക്കേണ്ട ഫയലുകള് നിലനിർത്താനായിട്ട് എമർജൻസി മെഡിക്കൽ റെക്കോർഡ് വഴി സാധിക്കുന്നു. അത് മനസ്സിലാവുന്നില്ലേ? ഇത് ഫുള്ള് ബൈഹാർട്ട് ചെയ്യണ്ട, നിങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ എന്തൊക്കെയാന്നുള്ളത്. അപ്പോ പേപ്പർ റെക്കോർഡിലാകുമ്പോൾ പെട്ടെന്ന് മോഷ്ടിക്കാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. എന്നാൽ ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡിലാകുമ്പോൾ സെക്യൂരിറ്റി അവിടെ കൂടുതലാണ് അല്ലേ. അപ്പൊ എന്താ നമ്മൾ അങ്ങനെ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള എന്താ രഹസ്യാത്മകമായിട്ട് വെച്ചിരിക്കുന്ന റെക്കോർഡ്സുകളൊക്കെ അത് അതിൻ്റെതായ അല്ലെ ആ ഫയലുകളില് കൃത്യമായി സൂക്ഷിക്കാനായിട്ട് EMR വഴി കഴിയും. Concern about security contribute to resistance shown to their adoption. എന്താ നമ്മൾ അങ്ങനെ നമുക്ക് എന്താ ആ സുരക്ഷയെ കുറിച്ചുള്ള അല്ലെ ഈ സുരക്ഷയെ കുറിച്ചുള്ള നമുക്ക് സെക്യൂരിറ്റിനെ കുറിച്ചുള്ള ആശങ്കകള് അവ സ്വീകരിക്കുന്നതിനെതിരെ കാണിക്കുന്ന ഒരു പ്രതിരോധത്തിന് കാരണമാകുന്നു.
പിന്നെ നോക്കിയേ, when users log in, ഈ ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡിൽ എങ്ങനെയാണ്? ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡിലേക്ക് നമുക്ക് യൂസേഴ്സിന് നമുക്ക് എങ്ങനെയാ ഒരു ലോഗിൻ ചെയ്ത് നമുക്ക് കയറാം. നമ്മൾ പ്രത്യേക പാസ്വേഡുകൾ കാര്യങ്ങളൊക്കെ കൊടുത്ത്, അല്ലെങ്കിൽ അത് സെക്യൂരിറ്റി ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞില്ലേ, അങ്ങനെയാണ് ആ ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡിന് ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ ഡേറ്റാസ് സ്റ്റോർ ചെയ്തേക്കുന്നത് അല്ലെ. അപ്പൊ നോക്കിയേ, when the users log into the electronic health record, it is their accountability. അവരുടെ ഉത്തരവാദിത്തമാണ് എന്ത്? to ensure the information stay confidential. കണ്ടോ, ആ ഇൻഫർമേഷൻ സുരക്ഷിതമായിട്ട് അല്ലെങ്കിൽ രഹസ്യാത്മകമായിട്ട് സൂക്ഷിക്കേണ്ട ഇൻഫർമേഷൻസ് അവിടെ നമ്മൾ സെക്യൂർ ആയിട്ട് സൂക്ഷിക്കുക എന്നുള്ളത് നമ്മൾ യൂസേഴ്സിന്റെ എന്താണ് ഒരു ഉത്തരവാദിത്വമാണ്. ആൻഡ് this is done by keeping their, അപ്പൊ അതിനു വേണ്ടി എന്ത് ചെയ്യണം എന്നാ പറഞ്ഞേക്കണേ? keeping their password unknown to others. പാസ്വേഡ് മറ്റുള്ള ആളുകളുമായിട്ട് ഷെയർ ചെയ്യാൻ പാടില്ല. അപ്പൊ നമ്മളാണെങ്കിലും ഫോണിലൊക്കെ പാസ്വേഡ് കൊടുത്തു വെച്ചിട്ടില്ലേ അല്ലേ? പാസ്വേഡ് കൊടുത്തു വെച്ചിട്ടില്ലേ? നമ്മുടെ പാസ്വേഡ് മറ്റുള്ളവർക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കൂല അല്ലേ? പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഏതാണ്, നമുക്ക് ATM കാർഡ് അതൊക്കെ നമുക്ക് എന്താ പറയാ, നമുക്ക് അതിനൊരു പാസ്വേഡ് നമ്മൾ കൊടുത്തേണ്ട് അല്ലേ? നമുക്ക് നമ്മുടെ സെക്യൂരിറ്റി സേഫ്റ്റി വെച്ചിട്ട് ഓരോ പാസ്വേഡിലാണ്. നമ്മളിപ്പോ ഫോണിലാണെങ്കിൽ നമ്മൾ പാസ്വേഡ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മള് ഇപ്പൊ ഏതാ ഗൂഗിൾ പേ ചെയ്യുമ്പോഴൊക്കെ ആണെങ്കിലും അതിൽ നമ്മൾ പാസ്വേഡ് നമ്മൾ അടിക്കൂലേ? അത് നമുക്ക് മാത്രം അറിയാവുന്ന കാര്യമാണ്. അപ്പൊ എന്താ, യൂസേഴ്സിന്റെ ഉത്തരവാദിത്തമാണ് ആ രഹസ്യാത്മക സ്വഭാവം കാത്തു സൂക്ഷിക്കുക എന്നുള്ളത്. അതിനു വേണ്ടി എന്ത് ചെയ്യണം? നമ്മള് ഒരു പാസ്വേഡ് കൊടുത്ത് എന്താണ് ആ പാസ്വേഡ് മറ്റുള്ളവർക്കൊന്നും എന്താ ഷെയർ ചെയ്യാൻ പാടില്ല അല്ലെ? കീപ്പിംഗ് ദെയർ പാസ്വേഡ് അൺനോൺ ടു അതേഴ്സ്. മറ്റുള്ളവരെ അറിയിക്കാതെ പാസ്വേഡുകൾ കീപ്പ് ചെയ്യുക. ആറ്റ് ലോഗിങ് ഓഫ് ബിഫോർ ലീവിംഗ് ദ സ്റ്റേഷൻ. സ്റ്റേഷൻ വിടുന്നതിന് മുന്നേ അല്ലെങ്കിൽ നമ്മളിപ്പോ അതിൽ കയറി നമ്മൾ പോരുമ്പോൾ ലോഗ് ഔട്ട് ചെയ്യണം. നമ്മളെ സഫീറോടെ മെസ്സേജ് ചെയ്തിട്ടുണ്ട് അല്ലെ? ലോഗിൻ ചെയ്ത് നമ്മൾ കയറുക, നമ്മുടെ പാസ്വേഡ് നമ്മൾ സൂക്ഷിച്ചു വെക്കുക. നമ്മളത് സൂക്ഷിക്കേണ്ട നമ്മുടെ ഉത്തരവാദിത്വമാണ്. നമ്മൾ അതിൽ നിന്ന് ഇറങ്ങി കഴിയുമ്പോൾ ലോഗ് ഓഫ് ചെയ്യുക. നമ്മൾ നെറ്റിലൊക്കെ കയറുമ്പോ അങ്ങനെയല്ലേ? ഇന്റർനെറ്റ് ഒക്കെ ഉപയോഗിക്കുമ്പോ അങ്ങനെയല്ലേ? അതിൽ കയറുമ്പോ ലോഗിൻ ചെയ്ത് നമ്മൾ കയറി കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ അതിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമ്മുടെ മെയിൽ ID ഇതൊക്കെ കൊടുത്ത് നമ്മൾ കയറും. അത് കഴിഞ്ഞ് ഇറങ്ങുമ്പോ എന്ത് ചെയ്യണം? ലോഗ് ഓഫ് ചെയ്യൂലേ? ലോഗ് ഓഫ് ചെയ്ത് പോകണ്ടേ? അല്ലെങ്കിൽ ലോഗ് ഓഫ് ചെയ്യാതിരുന്നാൽ നമ്മുടെ അടുത്ത് നെക്സ്റ്റ് അത് യൂസ് ചെയ്യുന്ന ആൾക്ക് അത് വേഗം എടുക്കാൻ പറ്റും അല്ലേ? അത് ഇത് എടുക്കാൻ പറ്റും. അതുകൊണ്ട് നമ്മൾ ലോഗ് ഓഫ് ചെയ്യണം. അപ്പൊ ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡിലേക്ക് ലോഗിൻ ചെയ്യുമ്പോൾ നമ്മുടെ വിവരങ്ങളൊക്കെ രഹസ്യമായി ഉറപ്പാക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ അതിന്റെ സെക്യൂരിറ്റി ഉറപ്പാക്കേണ്ടതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? നമ്മളൊരു ലോഗിൻ ചെയ്ത് നമ്മൾ കയറണം. നമുക്കൊരു പാസ്വേഡ് അല്ലെ, അത് നമ്മൾ മറ്റുള്ള ആളുകളുമായിട്ട് ഷെയർ ചെയ്യാനൊന്നും പാടില്ല. ആ പാസ്വേഡ് അതുപോലെ കീപ്പ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. ഇനി അതിൽ നിന്ന് നമ്മൾ ഇറങ്ങുമ്പോൾ എന്ത് ചെയ്യണം? ലോഗ് ഓഫ് ചെയ്യണം. ഇവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി ഈ ഏരിയ കേട്ടോ. ഇനി നോക്കിയേ, ഹാൻഡ് റിട്ടേൺ പേപ്പർ മെഡിക്കൽ റെക്കോർഡ് മേ ബി പൂർലി റീഡബിൾ. ഇത് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. നോക്കിയേ, ഹാൻഡ് റിട്ടേൺ പേപ്പർ മെഡിക്കൽ റെക്കോർഡ്സ് എങ്ങനെയാ? ഇറ്റ് മേ ബി പൂർലി റീഡബിൾ. നമുക്ക് ഹാൻഡ് റിട്ടേൺ ആകുമ്പോൾ വായിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാവില്ലേ അല്ലേ? ചിലർ എഴുതുന്ന ആ ഒരു ഇത് വെച്ചിട്ട് നമുക്ക് ചിലപ്പോ ഇങ്ങനെ എന്താ റണ്ണിങ് ലെറ്റേഴ്സ് ഒക്കെ ഉപയോഗിക്കുമ്പോൾ ചിലർക്ക് നമുക്ക് വായിക്കാൻ ബുദ്ധിമുട്ടോ. പൂർലി റീഡബിൾ വിച്ച് ക്യാൻ കോൺട്രിബ്യൂട്ട് ടു ദ മെഡിക്കൽ എറേഴ്സ്. വായിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് മാത്രമല്ല, അതെന്തൊരു കാരണമാകും? മെഡിക്കൽ പിശകുകൾ വരാനായിട്ട് സാധ്യതയുണ്ട്. ഒന്ന് അണ്ടർലൈൻ ചെയ്തോട്ടോ അത്. നോക്കിയ errors. Then printed forms, standardization of short form and the standards for penmanship. That's a കൈയെഴുത്തുകൾ were inspired to make better the reliability of the paper medical records. അപ്പൊ നോക്കിയേ, അപ്പൊ ഹാൻഡ് റിട്ടൺ മെഡിക്കൽ റെക്കോർഡ്സ് പൂർലി റീഡബിൾ ആണ്, വായിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. അതിന്റെ ഒപ്പം തന്നെ എന്തുണ്ട്? മെഡിക്കൽ പിശകുകൾ ക്ലിയർ ആയിട്ട് വായിക്കാൻ പറ്റിയില്ലെങ്കിലും മെഡിക്കൽ എറേഴ്സ് വരാൻ സാധ്യതയുണ്ട്.
അത് പേപ്പർ മെഡിക്കൽ റെക്കോർഡുകൾ നമുക്ക് പ്രിന്റഡ് ഫോമിൽ ഉപയോഗിക്കാം അല്ലെ, അല്ലെങ്കിൽ നമുക്ക് സ്റ്റാൻഡർഡൈസേഷൻ ഓഫ് ഷോർട്ട് ഫോം അബ്രിവേറ്റഡ് ഫോംസ് യൂസ് ചെയ്യാം. അപ്പോഴും അധികം മിസ്റ്റേക്കുകൾ വരില്ല അല്ലെ. ഫുൾ എഴുതിനേക്കാളും പകരം ഷോർട്ട് ഫോമുകളിൽ വേണമെങ്കിൽ അങ്ങനെ എഴുതാം അല്ലെ. അല്ലെങ്കിൽ നമ്മുടെ പെൻമാൻഷിപ്പ് കയ്യെഴുത്തുകള് ഇതൊക്കെ എന്തിനാ പേപ്പർ മെഡിക്കൽ റെക്കോർഡ് കുറച്ചുകൂടി ബെറ്റർ ആക്കാനുള്ള കുറച്ചൊരു ഓപ്ഷൻസ് ആണ് പറഞ്ഞേക്കുന്നത് കേട്ടോ. ഇതൊക്കെ നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് പേപ്പർ മെഡിക്കൽ റെക്കോർഡ് കുറച്ചുകൂടി വിശ്വസ്തത ഉണ്ടാക്കുന്നു. എക്സാമ്പിൾ ഇവിടെ ഒരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞേക്കാണ്. Probable medical errors is the administration of medication. Wrong ആയിട്ടുള്ള തെറ്റായിട്ടുള്ള മെഡിക്കേഷൻ നൽകുന്നത് ഒരു മെഡിക്കൽ ഇറർ ആണ് അല്ലേ. An example of probable medical error is the administration of medication. അല്ലേ, തെറ്റായിട്ടുള്ള മരുന്നുകള്. പ്രോബബിൾ എന്ന് പറഞ്ഞ സാധ്യതയുള്ള കേട്ടോ. ആ മെഡിക്കൽ ഇറർ വരാൻ സാധ്യതയുള്ളതിന് ഒരു ഉദാഹരണമാണ് എന്ത്, തെറ്റായിട്ടുള്ള മെഡിക്കേഷൻ അല്ലെ. മെഡിക്കേഷൻ തെറ്റാണെങ്കിൽ നമ്മൾ കൊടുക്കുന്നത് എഴുതുന്നത് തന്നെ തെറ്റാണെങ്കിൽ അതിന്റെ വരാൻ സാധ്യത മെഡിക്കൽ പിശകുകൾ വരാൻ സാധ്യതയുണ്ട്. Medication is an intermediation that can turn a person's status from stable to unstable very rapidly. മെഡിക്കേഷൻ എന്ന് പറഞ്ഞത് എന്താണ്, ഒരു ഇന്റർമീഡിയേഷൻ ആണ്, ഇടയിൽ കിടക്കുന്നതാണ്. എന്താണ് എന്തിന്റെ ഇടയിൽ വരുന്നത്, പേഴ്സൺ സ്റ്റാറ്റസ്, ഒരു വ്യക്തിയുടെ സ്റ്റാറ്റസ് നില സ്റ്റേബിൾ, നല്ല സ്റ്റേബിൾ ആയിട്ടുള്ളതിൽ നിന്ന് അൺസ്റ്റേബിൾ ആകാനായിട്ട് അതിന്റെ ഇടയ്ക്ക് കിടക്കുന്ന ഒരു മീഡിയേറ്റർ ആണ് മെഡിക്കേഷൻ എന്ന് പറയുന്നത്. ശരിയല്ലേ? നമ്മളിപ്പോ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ആള് മെഡിക്കേഷനിൽ എന്തെങ്കിലും പെശകുകൾ വന്നാൽ അത് ഏതിലേക്ക് മാറ്റാം, അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് മാറ്റാൻ മാറൂലേ പെട്ടെന്ന് തന്നെ അല്ലേ. സ്റ്റേബിൾ ആക്കാൻ ഒരു വ്യക്തിയുടെ സ്റ്റാറ്റസ്, അവരുടെ നില സ്റ്റേബിൾ ആക്കാനും അൺസ്റ്റേബിൾ ആക്കാനും ഒക്കെ അതിന്റെ ഇടയിൽ പ്രവർത്തിക്കുന്ന ഒരു ഇന്റർമീഡിയേഷൻ ആണ് മെഡിക്കേഷൻ എന്ന് പറയുന്നത്. അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടോ. Medication is an intermediation that can turn a person's status from stable to unstable very rapidly. With the paper documentation, it is very easy to not properly document the administration of medication, the time given, or errors like giving the wrong drugs, dose form, or not checking for allergies, and could affect the patients negatively. You know, paper documentation ഉപയോഗിച്ചിട്ട് properly document the administration of medication. അതായത് ഇവിടെ പറഞ്ഞേക്കുന്നത് പേപ്പർ റെക്കോർഡുകൾ, പേപ്പർ റെക്കോർഡുകളില് എന്താണ് നമുക്ക് ചില പിശകുകൾ വരാനായിട്ട് സാധ്യതയുണ്ട്. അതായത് പേപ്പർ ഡോക്യുമെന്റേഷൻ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ആ അഡ്മിനിസ്ട്രേഷൻ ശരിയായി രേഖപ്പെടുത്താതിരിക്കുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ് തെറ്റായിട്ട് നോക്കിയേ. അത് ശരിയായി രേഖപ്പെടുത്തുന്നത് ഇപ്പൊ ടൈം ഗിവൺ, അവർക്ക് അലോട്ട് ചെയ്തിരിക്കുന്ന ടൈം ശരിയായി പറയാത്തത്, എന്തെങ്കിലും പിശകുകൾ ഉണ്ടാകുന്നത്, റോങ് ഡ്രഗ്സ് തെറ്റായ മരുന്നുകള്, ആ കൊടുക്കുന്ന ഡോസുകളിൽ എന്തെങ്കിലും തെറ്റ് വരികയാണെങ്കിൽ, ഫോംസ്, ഡോസ്, ഡ്രഗ്സ് ഇതൊക്കെ റോങ് ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ, അലർജിയോ കാര്യങ്ങളോ ഒക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന് നമ്മൾ പ്രോപ്പർ ആയിട്ട് ചെക്ക് ചെയ്തില്ലെങ്കിൽ അല്ലെ. അപ്പൊ ഇങ്ങനെയൊക്കെ നമ്മൾ വരികയാണെങ്കിൽ ഇതെല്ലാം നമുക്ക് ആ പേഷ്യന്റിനെ എങ്ങനെ ബാധിക്കും, ഒരു നെഗറ്റീവ്ലി അല്ലെ, അവർക്ക് പേഷ്യൻസിനെ ഒരു പ്രതികൂലമായി ബാധിച്ചേക്കാം. അതാണ്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങള് ഏതിൽ ഈസിയാണെന്ന് പറഞ്ഞേക്കുന്നേ, പേപ്പർ ഡോക്യുമെന്റേഷനില് ഈസിയാണ്, എളുപ്പമാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരാനായിട്ട്
പേപ്പർ ഡോക്യുമെന്റേഷൻ ഉപയോഗിച്ച് മരുന്നുകളുടെ ആ അഡ്മിനിസ്ട്രേഷൻ നമ്മുടെ ശരിയായി രേഖപ്പെടുത്താത്തത് ഈ കാര്യങ്ങൾ ഇപ്പൊ നമ്മൾ പറഞ്ഞതില്ലേ, ടൈം കൊടുത്തേക്കുന്ന ടൈം രേഖപ്പെടുത്തുന്നില്ല, എന്തെങ്കിലും ഇറവുകൾ വരികയാണെങ്കിൽ തെറ്റായിട്ടുള്ള മരുന്നുകൾ, ഡോസ്, ഫോം, അലർജി കാര്യങ്ങൾ പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്യുന്നില്ല, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആ വ്യക്തിയെ ഒരു പ്രതികൂലമായി ബാധിക്കുന്നു. ഇത് ഏതിൽ എളുപ്പമാണെന്നാ പറഞ്ഞിട്ടുണ്ടേ? പേപ്പർ ഡോക്യുമെന്റേഷനില് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരാനായിട്ട് ഈസിയാണ്. മനസ്സിലാവുന്നുണ്ടോ? പേപ്പർ ഡോക്യുമെന്റേഷനില് ഇങ്ങനെയുള്ള ഇറവുകൾ വരാനായിട്ട് കുറച്ചും കൂടി എളുപ്പമാണെന്ന് പറയുന്നത് കേട്ടോ, എളുപ്പമാണ്. Okay, it has been reported that these errors have been brought down by 55 to 83% as records are now online. Need certain steps to avoid these errors. അതുകൊണ്ട് എന്താ, ഈ റിപ്പോർട്ടുകള് ഓൺലൈൻ ആയതിനാൽ ഈ ഇറേഴ്സ് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കുറയ്ക്കാൻ പറ്റൂലേ അല്ലെ? 55% മുതൽ 83% വരെ ഇങ്ങനെ ഉണ്ടാവുന്ന ഇറവുകള് കുറഞ്ഞു അല്ലെ? ഈ ഇറവുകളെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. കൂടാതെ നമുക്ക് ഈ ഇറവുകളെയൊക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട് നമുക്ക് ഈ ഓൺലൈനിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒഴിവാക്കാൻ പറ്റും. And need certain steps to avoid these errors. അത് നമുക്ക് ഓൺലൈനായിട്ട് കുറച്ച് സ്റ്റെപ്പുകൾ നമുക്ക് ആവശ്യമാണ്. എന്തിനാ? ഈ ഇറവുകളെയൊക്കെ കുറയ്ക്കാനായിട്ട് ആവശ്യമാണ്. അതായത് ഇത്രയും പറഞ്ഞേക്കുന്നേ. അപ്പൊ ഇങ്ങനെ നമ്മുടെ ഈ പേപ്പർ റെക്കോർഡ് നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ കൈകൊണ്ടൊക്കെ എഴുതി വെക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ അതിൽ ഇങ്ങനെയുള്ളതൊക്കെ ചിലപ്പോൾ വിട്ടിട്ട് പോകാം. പ്രോപ്പറായിട്ട് ഇങ്ങനെയുള്ളതൊക്കെ പറഞ്ഞില്ലെങ്കിൽ നമുക്ക് ശരിയായി രേഖപ്പെടുത്തിയിട്ടില്ലെങ്കിൽ അത് പേഷ്യൻസിന് പ്രതികൂലമായി ബാധിക്കും അല്ലെ? അപ്പൊ ഈ ഓൺലൈൻ ആയിട്ടുള്ള അല്ലെങ്കിൽ ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡുകള് ആ ഒരു സംവിധാനം അല്ലെങ്കിൽ ഓൺലൈൻ ആയിട്ട് ഇത് വന്നത് കൊണ്ട് തന്നെ കട്ടാകുന്നു സൗണ്ട്. അത് ചിലപ്പോ മഴയൊക്കെ ഉണ്ടോ നിങ്ങൾക്ക് അവിടെ? എല്ലാ റേഞ്ചിന്റെ എന്തെങ്കിലും പ്രശ്നമാണോ, നെറ്റിന്റെ വല്ല ഇഷ്യൂ ആണെന്ന് അറിയില്ല കേട്ടോ. ഇവിടെ മഴയൊക്കെയാണ്. എല്ലാവർക്കും അങ്ങനെയാണോ? കട്ടാവുണ്ടോ? ഇല്ല. അപ്പൊ എന്താ പറഞ്ഞേക്കുന്നത് ഇവിടെ? എന്താ പറഞ്ഞേക്കുന്നേ? റിപ്പോർട്ടുകള് ഓൺലൈൻ ആയതുകൊണ്ട് തന്നെ ഈ ഇറവ് നമുക്ക് എത്രയോ 55% മുതൽ 83% വരെ ഇങ്ങനെ ഉണ്ടാകുന്ന പിശകുകള് കുറയ്ക്കാൻ സാധിച്ചിട്ടുണ്ട്. Okay, electronic record may help with the standardization of forms, terminology and data input. ഒന്ന് അണ്ടർലൈൻ ചെയ്തു കേട്ടോ. Electronic records may be helpful with the standardization of forms with standardization, terminology, data input, data കൊടുക്കുന്നതിലൊക്കെ ഇലക്ട്രോണിക് റെക്കോർഡ്സ് വളരെയധികം ഹെൽപ്ഫുൾ ആണ്. Digitalization of forms make facilities for the collection of the data, epidemiology and clinical studies. Okay. Okay, digitalization of forms make a facility for the collection of data. നമുക്ക് പ്രോപ്പറായിട്ട് കളക്ട് ചെയ്യാനുള്ള ഒരു സംവിധാനം, ഒരു ഫെസിലിറ്റി, സൗകര്യങ്ങള് ഈ ഡിജിറ്റൽ രീതിയിൽ വന്നതുകൊണ്ട് അല്ലെങ്കിൽ ഡിജിറ്റലൈസേഷൻ ആയതുകൊണ്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട് അല്ലെ? അതുപോലെ തന്നെ എപ്പിഡെമിയോളജിയില് അല്ലെങ്കിൽ ക്ലിനിക്കൽ പഠനങ്ങൾക്ക് ഈ ഡേറ്റാസ് കളക്ട് ചെയ്യുന്നതിന് ഈ ഡിജിറ്റലൈസേഷൻ ഒരു നല്ലൊരു സൗകര്യം, അതിന് നല്ലൊരു ഫെസിലിറ്റി കൊടുത്തിട്ടുണ്ട് അല്ലെ? നല്ലൊരു സൗകര്യം, കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുണ്ട് ഡേറ്റാസ് കളക്ട് ചെയ്യാനായിട്ട്. However, standardization may create challenges for local practice. Overall, those with the electronic medical records that have automated notes and records, order entry and clinical decision support had a lesser complication, lower mortality rates and lower cost. Overall, those with the electronic medical record have automated.
അല്ലെ? ഇലക്ട്രോണിക് മെഡിക്കൽ ഹെൽത്ത് റെക്കോർഡ് എന്ന് പറഞ്ഞാൽ എന്താ? മെഡിക്കൽ റെക്കോർഡ് ഓട്ടോമാറ്റഡ് ആണ് അല്ലെ? ഓട്ടോമാറ്റഡ് ആണ്, ഓട്ടോമാറ്റിക് ആണ്. അപ്പൊ അതിനകത്ത് നോക്കിയേ, എന്ത് നമുക്ക് അതിന്റെ ഒരു എന്ത് കുറയ്ക്കാൻ സഹായിക്കുന്നു? ക്ലിനിക്കൽ ഡിസിഷന് സപ്പോർട്ടിന് അല്ലെ? പ്രോപ്പർ ആയിട്ട് എല്ലാവരും നോട്ട് ചെയ്ത് വെക്കാനും നമുക്ക് അതിന് വളരെ ഹെൽപ്ഫുൾ ആണ്. അതിന്റെ ഒപ്പം തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? ലെസർ കോംപ്ലിക്കേഷൻ, നമുക്ക് അപകട സാധ്യതകളെ നമുക്ക് കുറയ്ക്കാൻ പറ്റും. മോർട്ടാലിറ്റി റേറ്റ്, മരണനിരക്ക് കുറയ്ക്കാൻ പറ്റും. കോസ്റ്റ് കുറയ്ക്കാൻ പറ്റും. ലെസർ കോംപ്ലിക്കേഷൻ, ലോ മോർട്ടാലിറ്റി റേറ്റ് ആൻഡ് ലോവർ കോസ്റ്റും കുറയ്ക്കാൻ സാധിക്കുന്നു. അപ്പൊ മൊത്തത്തിൽ നമ്മൾ എന്താ പറഞ്ഞേക്കുന്നത്? ഓവറോൾ മൊത്തത്തില് ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്സ്, ഓട്ടോമാറ്റിക് നോട്ട്സ് ആൻഡ് റെക്കോർഡ്സ് അല്ലെ? ഓട്ടോമാറ്റിക് ആണത്, ഓട്ടോമാറ്റിക് ആണ്. അധികം എററുകൾ കാര്യങ്ങളൊന്നും വരുന്നില്ല. കറക്റ്റ് ആണ്, അക്യുറേറ്റ് ആണ്. അപ്പൊ ഈ എങ്ങനെ നമുക്ക് കറക്റ്റ് ആയിട്ട് നമുക്ക് ആ ഡേറ്റയിലേക്ക് കയറാൻ പറ്റുന്നു. ക്ലിനിക്കൽ ഡിസിഷൻസ് എടുക്കുന്ന തീരുമാനങ്ങൾ, ചികിത്സാപരമായിട്ടുള്ള തീരുമാനങ്ങളില് അല്ലെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിന്റെ ഒപ്പം തന്നെ കോംപ്ലിക്കേഷൻസ്, അപകട സാധ്യതകൾ കുറയ്ക്കാൻ, മോർട്ടാലിറ്റി മരണനിരക്ക് കുറയ്ക്കാൻ, കോസ്റ്റ് കുറയ്ക്കാനും ഒക്കെ ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ് സഹായിക്കുന്നു. അത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി കേട്ടോ. ആ ഒരു പാരഗ്രാഫ് ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്ത് പറഞ്ഞേക്കുക. പേപ്പർ റെക്കോർഡും ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ് അല്ലെങ്കിൽ ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ് തമ്മിലുള്ള ഒരു കമ്പാരിസൺ ആണ്. നമുക്ക് എന്തായാലും ഏതാണ് സുപ്പീരിയർ? ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ് തന്നെയാണ് സുപ്പീരിയർ അല്ലേ? അല്ലേ? പേപ്പർ റെക്കോർഡിന് വെച്ച് ഒത്തിരി ഗുണങ്ങള് ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡിനുണ്ട്. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വായിച്ച് മനസ്സിലാക്കാം. ഇനി നോക്കിയേ, ഇനി ഈ ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ് പേഷ്യൻസിന് എങ്ങനെയാണ് ഏത് യൂസ്ഫുൾ? അതിന്റെ ഒരു സിറ്റുവേഷൻ ആയിട്ട് പറഞ്ഞേക്കണേ. ഒരു സിറ്റുവേഷൻ ആണ് ഇവിടെ കൊടുത്തേക്കുന്നത് കേട്ടോ. യൂസ്ഫുൾ ഫോർ പേഷ്യൻസ്. പേഷ്യൻസിന് എങ്ങനെയാണ് ഇത് യൂസ്ഫുൾ ആവണേ എന്നുള്ളത്. ഷെയറിംഗ് ദെയർ ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്സ് വിത്ത് പീപ്പിൾ who have type 2 diabetic help them to reduce the blood sugar level. ഡയബറ്റിക്സ് രണ്ട് തരം കേട്ടിട്ടുണ്ടോ നിങ്ങള്? ടൈപ്പ് 1 ഡയബറ്റിക്സ് ഉണ്ട്, ടൈപ്പ് 2 ഉണ്ട്. ടൈപ്പ് 1 എന്ന് പറഞ്ഞാൽ എന്താണ് ടൈപ്പ് 1? ഫസ്റ്റ് ടൈപ്പ് എന്ന് പറഞ്ഞാൽ പാരമ്പര്യമായിട്ട് കിട്ടുന്നത്. നമുക്കടെ അച്ഛനുണ്ട് അല്ലെങ്കിൽ അച്ചാച്ചന് ഷുഗർ ഉണ്ട്, അങ്ങനെയാണെങ്കിൽ നമുക്കും മക്കളിലേക്കും അത് കിട്ടാം അല്ലെ? അത് പാരമ്പര്യമായി കിട്ടുന്നതാണ്. അതാണ് ടൈപ്പ് 1 ഡയബറ്റിക്സ് എന്ന് പറയുന്നത്. ഇനി ടൈപ്പ് 2 ഡയബറ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ഭക്ഷണ രീതി കൊണ്ടൊക്കെ നമ്മുടെ ചിലർക്കൊക്കെ പഞ്ചസാരയൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും അല്ലേ? ഷുഗർ കൂടുതലായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ആഹാര രീതി കൊണ്ട്, നമ്മുടെ ലൈഫ് സ്റ്റൈൽ കൊണ്ട്, ജീവിത രീതി കൊണ്ട് നമുക്ക് കിട്ടുന്നതാണ് ടൈപ്പ് 2 ഡയബറ്റിക്സ് എന്ന് പറയുന്നത്. അങ്ങനെ ഉണ്ടാവുന്നതാണ്. അത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റൂലേ? കൺട്രോൾ ചെയ്യാൻ പറ്റുമോ? എങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റും ടൈപ്പ് 2-നെ? മറ്റത് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റും. ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ നമുക്കത് പാരമ്പര്യമായി കിട്ടുന്നതാണ് അല്ലെ? പറ്റും. നമുക്ക് ടൈപ്പ് 2 ഡയബറ്റിക്സ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും അല്ലെ? ഫുഡ് ഒന്ന് കൺട്രോൾ ചെയ്യാം അല്ലെ? അരിയാഹാരമൊക്കെ കുറയ്ക്കുക, മധുരമൊക്കെ കുറച്ച് ഒഴിവാക്കുക, ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ചെയ്യുക. വെരി ഗുഡ് അല്ലെ? ഡയറ്റിലൂടെ കീർത്തന കുട്ടി ഇട്ടിട്ടുണ്ട്, ഡയറ്റിലൂടെ ശരിയാണ്. നമ്മൾ പ്രോപ്പർ ആയിട്ട് ഡയറ്റ് എടുക്കുക അല്ലെ? അരിയാഹാരമൊക്കെ കുറച്ച്, മധുരമുള്ളതൊക്കെ കുറച്ച് നമ്മൾ എന്താ പറയാ, നമ്മൾ പ്രോപ്പർ ആയിട്ട് ഭക്ഷണം ഒന്ന് കൺട്രോൾ ചെയ്യുക. പിന്നെ എക്സസൈസ് ചെയ്യാം അല്ലെ? എക്സസൈസ് ഒക്കെ ചെയ്യാം. അല്ലെങ്കിൽ പിന്നെ മെഡിസിൻസ്, ചിലർക്ക് ഷുഗറിനൊക്കെ മരുന്ന് കഴിക്കുന്നവരില്ലേ, അങ്ങനെ മെഡിസിൻസ് ഒക്കെ, അങ്ങനെ നമുക്ക് ടൈപ്പ് 2 ഡയബറ്റിക്സ് കൺട്രോൾ ചെയ്യാം. അപ്പൊ നോക്കിയേ, ഈ ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ് ഈ ടൈപ്പ് 2 ഡയബറ്റിക്സ് ഉള്ള ആളുകൾക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആണ്. എങ്ങനെയാ? To reduce them to blood sugar level. ബ്ലഡ് ഷുഗർ ലെവല് കുറയ്ക്കാനായിട്ട്, റെഡ്യൂസ് ചെയ്യാന്ന് വെച്ചാൽ കുറയ്ക്കാനായിട്ട് ഈ ആളുകളെ സഹായിക്കുന്നു. ഏതാ? ടൈപ്പ് 2 ഡയബറ്റിക്സ് ഉള്ള ആളുകളെ ആര് സഹായിക്കും? ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ് സഹായിക്കും. ഇനി എങ്ങനെയാന്ന് നോക്കിയേ, ഇറ്റ് മീൻസ് ഓഫ് ഹെൽപ്പിംഗ് പീപ്പിൾ അണ്ടർസ്റ്റാൻഡ് their own health condition and making them involved activity in its management. അല്ലെ? അപ്പൊ നമ്മള് നമ്മുടെ ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡിൽ നമ്മുടെ പ്രീവിയസ് ഡേറ്റ അവിടെ കിടക്കാനാണ് അല്ലെ?
അപ്പൊ നമുക്ക് അതിനെ കമ്പാരിസൺ ചെയ്യാം. കഴിഞ്ഞ മാസം പോയപ്പോൾ ഷുഗർ ഇത്രയായിരുന്നു, ഇപ്പൊ നമ്മൾ ടെസ്റ്റ് ചെയ്തപ്പോ ഇതാണ്, നമുക്കൊരു കമ്പാരിസൺ നടത്താം. അപ്പൊ ഷുഗറിന്റെ ലെവല് കഴിഞ്ഞ മാസത്തേനേക്കാൾ ഇപ്പൊ ഇച്ചിരി കൂടുതലാണെന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് അതിനെ കൺട്രോൾ ചെയ്യണം അല്ലെ. പ്രീവിയസ് ഡേറ്റ നമുക്ക് ഇപ്പോഴത്തെ ഡേറ്റയുമായി കമ്പാരിസൺ നടത്താം. ഇത് നോക്കി അവരുടെ ഹെൽത്ത് കണ്ടീഷനെ കുറിച്ച് മനസ്സിലാക്കാനും നമുക്ക് അവിടെ ഷുഗർ ലെവല് മാനേജ് ചെയ്യാനും ഒക്കെ സാധിക്കുന്നു. മനസ്സിലായോ? അപ്പൊ ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡിൽ നമ്മുടെ ഡീറ്റെയിൽസ് അവിടെ കിടക്കണേ. അപ്പൊ നമുക്ക് എന്താ പ്രീവിയസ് ഉള്ളത് അന്നേരം നമ്മൾ ടെസ്റ്റ് ചെയ്തപ്പോ കാര്യങ്ങളൊക്കെ അതിൽ പെട്ടെന്ന് നോക്കിയാൽ, ഒറ്റ ക്ലിക്കിൽ നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ അതുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്ത് നമുക്കിടെ ബ്ലഡ് ഷുഗർ ലെവല് കൺട്രോൾ ചെയ്യാൻ പറ്റും. അങ്ങനെ ടൈപ്പ് 2 ഡയബറ്റിക്സ് ഉള്ള പേഷ്യൻസിന് ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ് സഹായിക്കുന്നു. ഓക്കെ, ഒരു എക്സാമ്പിൾ ആയിട്ട് ഇവിടെ പറഞ്ഞേക്കുന്നതാണ് കേട്ടോ. എങ്ങനെയാണ് ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ് ആളുകൾക്ക് യൂസ്ഫുൾ ആവണേന്, പേഷ്യൻസിന് എങ്ങനെയാണ് യൂസ്ഫുൾ ആവുന്നത്? മനസ്സിലായോ ഒന്നാമത്തെ കാര്യം? ഓക്കെ, ടൈപ്പ് 2 ഡയബറ്റിക്സ് ഉള്ള പേഷ്യൻസിന് ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ് നോക്കിക്കഴിഞ്ഞാൽ പ്രീവിയസ് ഹിസ്റ്ററി, അവരുടെ പ്രീവിയസ് ഉള്ള കാര്യം പെട്ടെന്ന് അറിയാൻ പറ്റും. അതനുസരിച്ച് നമ്മുടെ ബ്ലഡ് ഷുഗർ ലെവൽ റിഡ്യൂസ് ചെയ്യാൻ പറ്റും. ഇനി അടുത്തത് നോക്കി അവിടെ. അപ്പൊ അങ്ങനെ നമുക്ക് they could also be useful in research. പിന്നെ രണ്ടാമത്തെ പറഞ്ഞേക്കാണ് കൂടി നമുക്ക് റിസർച്ചില് യൂസ്ഫുൾ ആണ്. which enable various scientific analysis and novel tools. അതായത് നമുക്ക് നോവൽ ടൂൾസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എഴുതുന്ന ഇതാട്ടോ. അതായത് എന്താ നമ്മുടെ സയന്റിഫിക് അനാലിസിസ് എന്ന് വെച്ചാൽ ആരോഗ്യപരമായ വിവരങ്ങള്, വിവിധ സർജിക്കലായിട്ടുള്ള ശസ്ത്രക്രിയാ വിശകലനങ്ങളും ആരോഗ്യപരമായിട്ടുള്ള വിവരങ്ങൾ എഴുതുന്നത്, അതാണ് നോവൽ ടൂൾസ് എന്ന് പറയുന്നത്. ആരോഗ്യപരമായിട്ടുള്ള വിവരങ്ങളൊക്കെ എഴുതുന്നതിനും പ്രാപ്തമാക്കുന്ന ഒരു ഗവേഷണത്തിനും എന്ത് ചെയ്യുന്നു, ഈ ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ് ഉപയോഗപ്രദമാണ്. അപ്പൊ ഡയബറ്റീസ് പേഷ്യന്റിന് ഹെൽപ്ഫുൾ ആണ്, അതിനോടൊപ്പം തന്നെ റിസർച്ചിലും യൂസ്ഫുൾ ആണ്. എവിടെ? വേരിയസ് സയന്റിഫിക് അനാലിസിസ്, ശാസ്ത്രീയമായി വിശകലനങ്ങളിലും ആരോഗ്യപരമായിട്ടുള്ള വിവരങ്ങൾ എഴുതുന്നതിനും അതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഗവേഷണങ്ങളിലും റിസർച്ചിലും അവ ഉപയോഗപ്രദമാണ്. അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേരാം കേട്ടോ. ടൈപ്പ് 2 ഡയബറ്റിക്സ് പേഷ്യൻസിന് ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ് എന്തിനാ സഹായിക്കുന്നത്? ടു റെഡ്യൂസ് ദ ബ്ലഡ് ഷുഗർ ലെവൽ, ബ്ലഡിന്റെ ഷുഗർ ലെവൽ കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നു. പിന്നെ അത് ഓൾസോ യൂസ്ഫുൾ ഇൻ റിസർച്ചിലും യൂസ്ഫുൾ ആണ്, പ്രയോജനപ്രദമാണ്. ഇനി അപ്പൊ ഫസ്റ്റത്തെ നമ്മൾ ഏതാ പറഞ്ഞ ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡാ നമ്മൾ പറഞ്ഞ ടൈപ്സ് ഓഫ് ക്ലിനിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റം ആണ് ഹെഡിങ് കേട്ടോ. ടൈപ്സ് ഓഫ് ക്ലിനിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റം, അതിനകത്ത് ഫസ്റ്റ് വരുന്നതാണ് ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ് EHR. രണ്ടാമത്തെയാണ് ലബോറട്ടറി ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം LIMS. അതിന്റെ എക്സ്പാൻഡഡ് ഫോം, ഷോർട്ട് ഫോം ഒക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. LIMS, ലബോറട്ടറി ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം. അപ്പൊ ഇത് എവിടത്തെ ആയിരിക്കും? ലാബിലെ കാര്യങ്ങളൊക്കെ ആയിരിക്കും അല്ലെ മറ്റേ ലബോറട്ടറിയിലെ കാര്യങ്ങളൊക്കെ ആയിരിക്കും വരുന്നത്. ഓക്കെ, ഈ ലബോറട്ടറി ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം, laboratory information management system, sometimes indicated to as a laboratory information system. Also known as laboratory information system or laboratory management system, LMS. ഇതൊക്കെ സെയിം തന്നെയാട്ടോ. also known as laboratory information system അറിയപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ laboratory management system എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട്. ഇത് എന്താണ്? It's a software. ഇതൊരു സോഫ്റ്റ്വെയർ ആണ്. Okay, software based solution with the features that give support to a modern laboratory operations. ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. അത് ഇത് മോഡേൺ ലബോറട്ടറിയുടെ പ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകാൻ ശേഷിയുള്ള ഒരു സോഫ്റ്റ്വെയർ അധിഷ്ഠിതമായിട്ടുള്ള ഒരു സൊല്യൂഷൻ, ഒരു പരിഹാരമാണ്
ഏത് LMS അല്ലെങ്കിൽ LIMS അല്ലെങ്കിൽ LIS എന്നൊക്കെ പറയുന്നത്. നോക്കി എന്താ പറഞ്ഞേക്കണേ, ഇത് മോഡേൺ ലബോറട്ടറിയുടെ പ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകുന്ന, സപ്പോർട്ട് ചെയ്യുന്ന, പിന്തുണ നൽകുന്ന ഫീച്ചേഴ്സ് അല്ലെ, അതായത് സപ്പോർട്ട് ചെയ്യുന്ന ഫീച്ചേഴ്സ്, സവിശേഷതകളുടെ ഒരു സോഫ്റ്റ്വെയർ അധിഷ്ഠിത, സോഫ്റ്റ്വെയർ ബേസ്ഡ് സൊല്യൂഷൻ ആണ്. LIMS is a software based solution. അതിനുള്ള സവിശേഷത എന്താ? മോഡേൺ ലബോറട്ടറി ഓപ്പറേഷൻസ്, പ്രവർത്തനങ്ങളെ, ആധുനിക നമുക്ക് ലബോറട്ടറിയുടെ പ്രവർത്തനങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന സവിശേഷതകൾ അല്ലെ, സപ്പോർട്ട് നൽകുന്ന അല്ലെങ്കിൽ പിന്തുണ നൽകുന്ന സവിശേഷതകളുടെ ഒരു സോഫ്റ്റ്വെയർ ബേസ്ഡ് സൊല്യൂഷൻ ആണ്. കീ ഫീച്ചേഴ്സ്, ഇതിന്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് എന്തൊക്കെയാന്ന് നോക്കിയേ. കീ ഫീച്ചേഴ്സ് എന്താ? ലബോറട്ടറി ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റത്തിന്റെ കീ ഫീച്ചർ ഇൻക്ലൂഡ് ബട്ട് ആർ നോട്ട് ലിമിറ്റഡ് ടു എന്താ പറഞ്ഞേക്കുന്നേ? അത് ഈ ഫീച്ചേഴ്സ് എങ്ങനെയാ? പരിമിതമല്ല. എന്താ ഈ ഫീച്ചേഴ്സ്? ബട്ട് ആർ നോട്ട് ലിമിറ്റഡ് ടു, ഈ ഫീച്ചേഴ്സ് എന്താണ്? പരിമിതമല്ല, നോട്ട് ലിമിറ്റഡ്, ലിമിറ്റ് ഇല്ല അല്ലെ, ലിമിറ്റഡ് അല്ല, നോട്ട് ലിമിറ്റഡ് ടു വർക്ക് ഫ്ലോ ആൻഡ് ഡേറ്റ ട്രാക്കിംഗ് സപ്പോർട്ട്. ലാബിലെ വർക്ക് ഫ്ലോ എന്ന് പറഞ്ഞാൽ അവിടുത്തെ പ്രവർത്തനങ്ങൾ അല്ലെ, ലാബിലെ വർക്ക് ഫ്ലോ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. വർക്ക് ഫ്ലോയിലെ ലാബിലെ പ്രവർത്തനങ്ങള്, സുഗമമായ പ്രവർത്തനങ്ങളെ എന്ത് ചെയ്യുന്നുണ്ട്? പ്രവർത്തനങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഡേറ്റ ട്രാക്കിംഗ് സപ്പോർട്ട്, അതുപോലെ തന്നെ ഡേറ്റ ട്രാക്കിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? ഡേറ്റ ട്രാക്കിംഗ് സപ്പോർട്ട് എന്ന് വെച്ചാൽ പേഷ്യൻസിന്റെ ഇൻഫർമേഷൻ കളക്ട് ചെയ്യും, സാമ്പിൾ കളക്ട് ചെയ്യൂലേ അല്ലെ, അതിനെ സാമ്പിളിനെ കുറിച്ച് കണ്ടുപിടിക്കാൻ സഹായിക്കുന്നതിന് ഡേറ്റ ട്രാക്കിംഗ് സപ്പോർട്ട്, ആ പേഷ്യൻസിന്റെ ഡേറ്റ ട്രാക്ക് ചെയ്യാൻ, അതായത് അവരുടെ സാമ്പിള് അല്ലെ, ലാബില് സാമ്പിൾ എടുത്തിട്ടല്ലേ ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ ലാബിലുള്ള അല്ലെങ്കിൽ പേഷ്യൻസിന്റെ സാമ്പിളിനെ കുറിച്ച് കണ്ടുപിടിക്കാനായിട്ട് സഹായിക്കുന്നു. അല്ലെ, അടുത്ത നോക്കിയേ. ഫ്ലെക്സിബിൾ ആർക്കിടെക്ചർ, ഫ്ലെക്സിബിൾ ആണ്. ലാബിലെ പ്രവർത്തനങ്ങള് കുറച്ചുകൂടി ഫ്ലെക്സിബിൾ ആയിട്ട് സുഗമമായി കൈകാര്യം ചെയ്യാൻ പറ്റുന്നു. അതായത് കുറച്ചുകൂടി ഫാസ്റ്റർ ആയിട്ട് റിസൾട്ട് കൊടുക്കാൻ പറ്റും. അതാണ് ഫ്ലെക്സിബിൾ ആർക്കിടെക്ചർ എന്ന് പറഞ്ഞാൽ. ലാബിലെ പ്രവർത്തനങ്ങള് പണ്ടത്തെ പോലെയാണോ? എല്ലാ റിസൾട്ട് ഒക്കെ ആണെങ്കിൽ പെട്ടെന്നാവൂലേ അല്ലെ, പേപ്പറിലൊന്നും എഴുതൊന്നും വേണ്ട നമുക്ക് അല്ലെ, പെട്ടെന്ന് തന്നെ റിസൾട്ട് ആകും അല്ലെ. അത് പറഞ്ഞേക്കുന്നത് ഫാസ്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും, റിപ്പോർട്ട് പേഷ്യൻസിന് ഫാസ്റ്റ് ആയിട്ട് തന്നെ കൊടുക്കാൻ പറ്റും. അതാണ് ഫ്ലെക്സിബിൾ ആർക്കിടെക്ചർ എന്ന് പറഞ്ഞേക്കുന്നത് കേട്ടോ. ലാബിലെ പ്രവർത്തനങ്ങള് കൂടുതൽ സുഗമമായി ചെയ്യാൻ പറ്റുന്നു, ഫാസ്റ്റ് ആയിട്ട് റിസൾട്ട് കൊടുക്കാൻ പറ്റുന്നു. ആൻഡ് ഡേറ്റ എക്സ്ചേഞ്ച് ഇന്റർഫേസ്, പേഷ്യൻസിന് ആവശ്യമായിട്ടുള്ള ഡേറ്റാസ് കൊടുക്കുന്നു, പേഷ്യൻസിന് ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻസ്, ആവശ്യമായിട്ടുള്ള ഡേറ്റാസ് കൊടുക്കുന്നു. വിച്ച് ഫുള്ളി സപ്പോർട്ട് ഇറ്റ്സ് യൂസ് ഈസ് റെഗുലേറ്റഡ് എൻവയോൺമെന്റ്. കണ്ടോ, അതായത് ഒരു നിയന്ത്രണ പരിസ്ഥിതിക്കുള്ളില്, ആ ഒരു റെഗുലേറ്റഡ് എൻവയോൺമെന്റ് എന്ന് പറഞ്ഞാൽ അതായത് ലാബിന്റെ പരിസ്ഥിതി അല്ലെ, ലാബിന്റെ അന്തരീക്ഷത്തില് ഒരു നിയന്ത്രിത പരിസ്ഥിതിക്കുള്ളില് അതിന്റെ എല്ലാ കാര്യങ്ങളെയും അതിന്റെ ഉപയോഗത്തെയും എന്ത് ചെയ്യുന്നു? ലബോറട്ടറി ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം സപ്പോർട്ട് ചെയ്യുന്നു. മനസ്സിലാവുന്നില്ലേ പറയുന്നേ? ലാബിലെ പ്രവർത്തനങ്ങള് ഫാസ്റ്റ് ആക്കാൻ അല്ലെ, വർക്ക് ഫ്ലോ ഇതാക്കാൻ, ഡേറ്റാസ് സാമ്പിള് ഈസി ആയിട്ട് ട്രാക്ക് ചെയ്യാൻ അല്ലെ, പിന്നെ ഫ്ലെക്സിബിൾ സുഗമമാക്കാനായിട്ട്, പേഷ്യൻസിന് പെട്ടെന്ന് റിപ്പോർട്ട് കൊടുക്കാനായിട്ട് അല്ലെ, ഡേറ്റാസ് എക്സ്ചേഞ്ച് ചെയ്യാനായിട്ട്, ഇങ്ങനെയുള്ള ആ ലാബിലെ അന്തരീക്ഷത്തിന് അല്ലെങ്കിൽ ലാബിലെ പരിസ്ഥിതിക്കുള്ളിലുള്ള എല്ലാ കാര്യങ്ങളെയും എന്ത് ചെയ്യുന്നു? ലബോറട്ടറി ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം എന്ത് ചെയ്യുന്നു? സപ്പോർട്ട് ചെയ്യുന്നു. അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോട്ടെ അവിടെ എന്താണ് എന്നുള്ളത്, LIMS എന്നുള്ളത്. പിന്നെ അതിന് കീ ഫീച്ചേഴ്സും കൂടി നോട്ട് ചെയ്തോ.
Key features include അതിന് പരിമിതമല്ല, limited workflow, data tracking support, flexible architecture and data exchange interface. അങ്ങനെയുള്ള എല്ലാത്തിനെയും, അതായത് ലാബിലെ പരിസ്ഥിതിക്കുള്ളിലുള്ള എല്ലാ കാര്യങ്ങളെയും എന്ത് ചെയ്യുന്നുണ്ട്, സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. Then the features and the uses of a LEMS have developed over the years, from simple sample tracking to a enterprise resource planning tool that manage manifold aspects of laboratory informatics. എന്താണ് പറഞ്ഞിരിക്കുന്നത്, ഈ റിസോഴ്സ് നമുക്ക്, അതായത് ഈ റിസോഴ്സിന്റെ പ്ലാനിംഗ് ടൂളിലേക്കുള്ള ഒരു സാമ്പിൾ ട്രാക്കിങ്ങിനെ ഈ LIMS ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പറഞ്ഞിരിക്കുന്നത് ലളിതമായിട്ടുള്ള, സിമ്പിൾ ആയിട്ടുള്ള സാമ്പിൾ ട്രാക്കിംഗ് മുതൽ ലബോറട്ടറി ഇൻഫർമേഷന്റെ വിവിധ വശങ്ങള് കൈകാര്യം ചെയ്യുന്ന ഒരു എന്റർപ്രൈസിന്റെ ഒരു പ്ലാനിംഗ് ടൂൾ വരെ, അങ്ങനെ വർഷങ്ങളായി ഒരു LIMSന്റെ ഒരു സവിശേഷതകളെയും അതിന്റെ ഉപയോഗങ്ങളെയൊക്കെ ഡെവലപ്പ് ചെയ്യുക, വികസിപ്പിക്കുക. അതായത് എന്താ പറഞ്ഞേക്കുന്നത് ഇവിടെ, ലാബിലെ പ്രവർത്തനങ്ങളെ എന്ത് ചെയ്യുക, LIMS സഹായിക്കുന്നു. ലാബിലെ പ്രവർത്തനങ്ങളെ LIMS സഹായിക്കുന്നു. ഇതൊന്ന് വളച്ച് പറഞ്ഞേക്കുക കേട്ടോ, അത്രേ ഉള്ളൂ. അതായത് റിസോഴ്സ് പ്ലാനിങ്ങിലേക്കുള്ള ഒരു സാമ്പിൾ ട്രാക്ക് ചെയ്യാനായിട്ട് LIMS സഹായിക്കുന്നുണ്ട്. ഇനി ഇവിടെ താഴെ തന്നേക്കുന്നത് ലാബിലെ ജസ്റ്റ് ഒരു കാര്യം ഇങ്ങനെ പറഞ്ഞേക്കുന്നതാണ്. ലാബിലെ സാമ്പിള് ഫസ്റ്റ് അകത്തേക്ക് എടുക്കുന്നു, സാമ്പിൾ ലോഗിൻ പരിശോധനയ്ക്ക് വേണ്ടിയിട്ട്, നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാമ്പിള് കൊടുക്കുന്നു. അതാണ് സാമ്പിൾ ഇൻ. ആദ്യം എന്ത് ചെയ്തു, സാമ്പിള് അകത്തേക്ക് എടുക്കും അല്ലെ, സാമ്പിൾ ഇൻ അകത്തേക്ക്. സാമ്പിൾ ലോഗിൻ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്, ആ ടെസ്റ്റിന് വേണ്ടിയിട്ടുള്ള സാമ്പിള് കൊടുക്കുന്നു. ജോബ് അസൈൻമെന്റ്, ആ ടെസ്റ്റ് ആരാണ് ചെയ്യേണ്ടത് എന്നുള്ള ആ ജോലി അസൈൻ ചെയ്ത് കൊടുക്കുന്നു. പല സെക്ഷനുകൾ ഉണ്ടാവുമല്ലോ, അപ്പൊ അതില് ആ ഒരു ഇത് ആർക്കാണ്, അങ്ങനെ ആ ജോലി അവിടെ എന്ത് ചെയ്യുന്നു, അസൈൻ ചെയ്ത് കൊടുക്കുന്നു. ഓരോരുത്തർക്കും ഓരോ ഇത്. അപ്പൊ ബ്ലഡ് സാമ്പിൾ നോക്കുന്നത് ഒരു സെക്ഷൻ, അല്ലെങ്കിൽ വേറെ യൂറിനൊക്കെ നോക്കുന്നത് വേറെ സെക്ഷൻ, അങ്ങനെ വേണമെങ്കിലൊക്കെ, അല്ലെങ്കിൽ ആ ഒരു രീതിക്ക് ഓരോരുത്തർക്കും ഉള്ള ആ ഒരു ജോലി എന്ത് ചെയ്യുന്നു, അസൈൻ ചെയ്യുന്നു. അപ്പൊ സാമ്പിള് നമ്മള് എന്താ പരിശോധനയ്ക്ക് വേണ്ടിയുള്ള സാമ്പിള് കൊടുക്കുന്നു. നമ്മള് ഏത് സാമ്പിളാണോ കൊടുക്കുന്നതിനെ ബേസ് ചെയ്തിട്ടൊക്കെ അവർക്ക് ഓരോരുത്തർക്കും ഉള്ള ജോലി അസൈൻ ചെയ്യുന്നു. ട്രാക്കിംഗ് പ്രോസസ് എന്ത് ചെയ്യുന്നു, capturing, storing and maintaining information. അതാണ് ട്രാക്ക് ചെയ്യുന്നു, ട്രാക്കിംഗ് പ്രോഗ്രസ്. നോക്കിയേ, ഡേറ്റ എൻട്രി, ആവശ്യമായിട്ടുള്ള ഡേറ്റാസ് നൽകുന്നു. ഡേറ്റ വാലിഡേഷൻ, അതായത് എന്താ, ചെക്ക് ചെയ്യുന്നു, ചെക്കിംഗ് ഡേറ്റ. ഡേറ്റ ചെക്ക് ഒക്കെ ചെയ്തിട്ട് അവസാനം എന്ത് ചെയ്യുന്നു, റിപ്പോർട്ടിംഗ് റിസൾട്ട് റിപ്പോർട്ട് ചെയ്യുന്നു. റിപ്പോർട്ടിംഗ് റിസൾട്ടുകൾ കൊടുക്കുന്നു. ജസ്റ്റ് ലാബിന് കൊടുത്തേക്കുന്ന ഒരു ഇതാണ് കേട്ടോ, വർക്ക് ഫ്ലോ പോലെ കൊടുത്തേക്കുന്നതാണ്. ഇതിൽ നിന്നൊന്നും എക്സാക്ട് ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കാറില്ല കേട്ടോ. ഓക്കെ, ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചാൽ മതിയോ. എന്തൊക്കെയാ, ലബോറട്ടറി ഇൻഫർമേഷൻ സിസ്റ്റത്തിന്റെ ഒരു ജസ്റ്റ് അത് എന്താ പറയാ, അവിടുത്തെ ഒരു വർക്ക് ഫ്ലോയുടെ ഇതാണ് കാണിച്ചിരിക്കുന്നത് കേട്ടോ. ഈ സാമ്പിൾ ലോഗിൻ, എന്നിട്ട് ജോബ് അസൈൻ ചെയ്യുന്നു, ജോബ് അസൈൻമെന്റ്, പിന്നെ അടുത്ത് ട്രാക്ക് ചെയ്യുന്നു അല്ലെ, ട്രാക്കിംഗ് പ്രോസസ്. ട്രാക്കിംഗ് വെച്ചാൽ ക്യാപ്ചറിങ്, സ്റ്റോറിങ് ആൻഡ് അസസിങ് and monitoring information about the sample test result ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ ട്രാക്ക് ചെയ്യാണ്, ട്രാക്കിംഗ് പ്രോസസ്സ്. പിന്നെ അതിനകത്ത് ഡേറ്റ എൻട്രി, ആവശ്യമായിട്ടുള്ള ഡേറ്റാസ് നൽകുന്നു, ഡേറ്റ വാലിഡേഷൻ, ഡേറ്റ ചെക്ക് ചെയ്യുന്നു, അവസാനം റിസൾട്ട്, റിപ്പോർട്ടിംഗ് റിസൾട്ട്. ഇനി നെക്സ്റ്റ് ഒരു ചെറിയൊരു കാര്യം കൂടി ഉണ്ട്. ഓക്കെ, there is no
useful definition of the terms LIMS, since it is used to encompass a number of different laboratory informatic compounds. അതായത് നമുക്ക് ഇതിന് LIMSന് ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു ഉപയോഗപ്രദമായിട്ടുള്ള ഒരു ഡെഫിനിഷൻ ഇല്ല. കാരണം എന്താ, ഇത് പല പ്രവർത്തനങ്ങളെ അല്ലെ, പല ഘടകങ്ങളെ ഇത് ഉൾക്കൊള്ളുന്നുണ്ട്. പലതരത്തിലുള്ള നമ്പർ ഓഫ് ഡിഫറെന്റ് ലബോറട്ടറി ഇൻഫർമാറ്റിക്സ് കമ്പോണൻസ് കണ്ടോ. സിൻസ് ഇറ്റ് ഈസ് യൂസ്ഡ് ടു, വ്യത്യസ്തമായിട്ടുള്ള പലതരത്തിലുള്ള ലബോറട്ടറി ഇൻഫർമാറ്റിക്സ് ഘടകങ്ങളെ ഉൾക്കൊള്ളാൻ ഉപയോഗിക്കുന്നു. അതുകൊണ്ട് തന്നെ എന്താ, ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു ഉപയോഗപ്രദമായിട്ടുള്ള ഒരു ഡെഫിനിഷൻ ഇല്ല. The spread and the depth of these components is greatly depend on the LIMS implementation itself. Okay, ഈ ഘടകങ്ങളുടെ ഈ കമ്പോണൻസിന്റെ ഡെപ്ത് എന്ന് വെച്ചാൽ ആഴവും അതിന്റെ വ്യാപനവും, സ്പ്രെഡ് എന്ന് പറഞ്ഞ വ്യാപനവും, the spread and the depth of this component is greatly depend on the LIMS implementation itself. അപ്പൊ അതായത് എന്താ പറഞ്ഞേക്കുന്നത്, അപ്പൊ അങ്ങനെ പലതരത്തിലുള്ള കമ്പോണൻസിനെ ലബോറട്ടറി ഇൻഫർമേഷൻ സിസ്റ്റം ഉൾക്കൊള്ളുന്നുണ്ട് അല്ലെ. അതിനകത്ത് പലതരത്തിലുള്ള കമ്പോണൻസ് ഉണ്ട്. ഈ കമ്പോണൻസിന്റെ സ്പ്രെഡ്, അതിന്റെ വ്യാപനവും ഡെപ്തും എങ്ങനെയാണ്, ലാബിലെ പ്രവർത്തനങ്ങളെ ആശ്രയിച്ചിരിക്കും. പലതരത്തിലുള്ള ലാബുകളില്ലേ, ചെറിയ സ്മോൾ സൈസ്ഡ് ലാബ്സ് ഉണ്ട്, മീഡിയം സൈസ്ഡ് ഉണ്ട്, ലാർജ് സൈസ് ഉണ്ട്. അപ്പൊ നമ്മുടെ ചെറിയ ലാബിനും വലിയ ലാബിനും വ്യത്യാസമില്ലേ? ഇല്ലേ? അവിടുത്തെ പ്രവർത്തനങ്ങൾ അനുസരിച്ച് നമ്മൾ അതിന്റെ ഡെപ്തും വ്യാപനവും ഒക്കെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു. എന്നുവെച്ചാൽ നമ്മള് ചെറിയ ലാബാണെങ്കിൽ നമുക്ക് എല്ലാ ഫെസിലിറ്റിയും അത്രയും എങ്ങനെ ഉണ്ടാവണമെന്നില്ല അല്ലെ. അപ്പൊ അത് ചിലപ്പോൾ കുറച്ച് സ്ലോ ആയിരിക്കും, റിസൾട്ട് കിട്ടാനും മറ്റുള്ളതിനൊക്കെ കുറച്ചും കൂടി സ്ലോ ആയിരിക്കും. എന്നാൽ വലിയ ലാബ്, അതായത് ഹൈ ടൈപ്പ് ലാബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എല്ലാം എന്താണ്, ഫുള്ളി ഓട്ടോമാറ്റിക് ഒക്കെ ആയിരിക്കും അവിടെ അല്ലെ. അപ്പൊ അതനുസരിച്ച് പെട്ടെന്ന് ഫാസ്റ്റർ ആയിട്ട് ചെയ്യാനും നമുക്ക് റിപ്പോർട്ടുകളൊക്കെ പെട്ടെന്ന് കിട്ടാനും പറ്റുന്നുണ്ട് അല്ലെ. അപ്പോ എങ്ങനെ പറഞ്ഞേക്കുന്നേ, ഈ ഘടകങ്ങളെ, ഈ കമ്പോണൻസിന്റെ ഡെപ്തും അതിന്റെ വ്യാപനവും എന്തിനെ ആശ്രയിച്ചിരിക്കും എന്നാ പറഞ്ഞേക്കണേ, ആ ലാബിലെ പ്രവർത്തനങ്ങളെ ആശ്രയിച്ചിരിക്കും. ഡിപ്പെൻഡ് ഓൺ ദ LIMS implementation itself. അവിടുത്തെ നടപ്പാക്കലിനെ, ഇംപ്ലിമെന്റേഷൻ അല്ലെങ്കിൽ ലാബിലെ പ്രവർത്തനങ്ങളെയൊക്കെ ആശ്രയിച്ചിരിക്കും. Then all LIMS have a workflow component and some summary data management facility, but beyond that there are notable difference in functionality. എന്താ, ലാബിലെ പ്രവർത്തനങ്ങൾ അനുസരിച്ച് അതിന്റെ ഡേറ്റ അല്ലെ, ലാബിലെ പ്രവർത്തനങ്ങൾ അനുസരിച്ച് തന്നെ സമ്മറിയും ഡേറ്റ, അതിന്റെ വർക്ക് ഫ്ലോ ഒക്കെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു. അപ്പൊ അതിനകത്ത് നമുക്ക് ഇപ്പൊ എന്താ പറഞ്ഞേക്കണേ, ഈ ഫെസിലിറ്റീസിനേക്കാളും അപ്പുറം നോക്കിയേ, LIMS have a workflow component and some summary data management facilities, but beyond എന്ന് വെച്ചാൽ എന്താ, അപ്പുറം. ലാബിലെ പ്രവർത്തനങ്ങൾ അനുസരിച്ച് സമ്മറി ഡേറ്റയും വർക്ക് ഫ്ലോവും ഒക്കെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു. എന്നാൽ അതിന്റെ പ്രവർത്തനങ്ങളില് അതിനപ്പുറം അവിടുത്തെ പ്രവർത്തനങ്ങളിലും വ്യത്യാസമുണ്ട്. അത് ഞാൻ പറഞ്ഞേ, ചെറിയ സ്മോൾ സൈസ്ഡ് ലാബിലെയും ഹൈ സൈസ് ഉള്ള ലാബിലെയും അവിടുത്തെ ഫങ്ഷനാലിറ്റി അല്ലെ, ഫങ്ഷണൽ വ്യത്യാസം ഉണ്ടാവില്ലേ. അവിടുത്തെ പ്രവർത്തനങ്ങളില് ശ്രദ്ധേയമായിട്ടുള്ള വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ആണ് കാർഡിയോളജി, സോറി റേഡിയോളജി. കാർഡിയോളജി അല്ല, റേഡിയോളജിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റം. ഫസ്റ്റത്തെ നമ്മള് ലബോറട്ടറി ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം നമ്മൾ പറഞ്ഞു കേട്ടോ.
കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ആദ്യത്തെ എ പറഞ്ഞായിരുന്നു. ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ് ആദ്യം ഫസ്റ്റ് എ എന്ന് പറയുന്നത് ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്, ബി എന്ന് പറയുന്നത് ലബോറട്ടറി ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം, അടുത്ത സി എന്ന് പറഞ്ഞ റേഡിയോളജിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റം. റേഡിയോളജി അറിയാലോ, റേഡിയോളജി എന്താ? റേഡിയോളജിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റം RIS, അതിന്റെ ഷോർട്ട് ഫോം നോട്ട് ചെയ്യണം കേട്ടോ. RIS റേഡിയോളജിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റം. അവിടെ എന്താ ഇമേജിംഗ് ടെക്നോളജി അല്ലേ ഉപയോഗിക്കുന്നത്? റേഡിയോളജി നമ്മൾ പഠിച്ചതല്ലേ ചാപ്റ്റർ ഇമേജിംഗ് ടെക്നോളജി, എക്സ്റേ, അൾട്രാസൗണ്ട്, CT സ്കാൻ, MRI സ്കാൻ ഒക്കെ പലതരത്തിലുള്ള ഇമേജിംഗ് ടെക്നോളജി അവിടെ ഉപയോഗിക്കുന്നത് അല്ലേ. ഓക്കെ, ഇമേജിംഗ് ഡിപ്പാർട്ട്മെന്റ് ഇമേജിംഗ് ആണ് അവിടെ. എന്താണ്? A radiological information system is the core system for the electronic management of imaging department. ഒരു ഇമേജിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ ഇലക്ട്രോണിക് മാനേജ്മെന്റിന്റെ ഒരു പ്രധാനപ്പെട്ട സംവിധാനമാണ് റേഡിയോളജിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോ കേട്ടോ. Radiological information system is the core system for the electronic management of imaging department. The major functions of the RIS can consist of. എന്തൊക്കെയാണ് റേഡിയോളജിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിന്റെ പ്രധാനപ്പെട്ട മേജർ ആയിട്ടുള്ള ഫങ്ഷൻസ് എന്നൊക്കെ കൺസിസ്റ്റ് ഓഫ്? അതിൽ ഉൾപ്പെടുന്ന ഏതൊക്കെയാണ്? പേഷ്യന്റ് ഷെഡ്യൂളിംഗ് അല്ലെ, പേഷ്യന്റിനെ ഷെഡ്യൂൾ ചെയ്യുക, പേഷ്യന്റ് ഷെഡ്യൂളിംഗ്, റിസോഴ്സ് മാനേജ്മെന്റ്, ആ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിലേക്ക് ആവശ്യമായിട്ടുള്ള റിസോഴ്സുകള്, വിഭവങ്ങള് കൈകാര്യം ചെയ്യുക, മാനേജ് ചെയ്യുക. പിന്നെ അടുത്ത് നോക്കിയേ, എക്സാമിനേഷൻ പെർഫോമൻസ് ട്രാക്കിംഗ്, എക്സാമിനേഷന്റെ റിപ്പോർട്ട് ട്രാക്ക് ചെയ്യണം, റിപ്പോർട്ട് കൊടുക്കണം, എക്സാമിനേഷൻ പെർഫോമൻസ് ട്രാക്കിംഗ്. പിന്നെ അടുത്തത് എക്സാമിനേഷൻ, നമ്മൾ അതിന്റെ റിസൾട്ട് ഇല്ലേ, എക്സാമിനേഷൻ നടത്തൂലേ, അതിന്റെ ആ ഒരു പെർഫോമൻസ് ട്രാക്ക് ചെയ്യണം. പിന്നെ റിപ്പോർട്ടിംഗ്, റിസൾട്ട് എല്ലാം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. ആൻഡ് പ്രൊസീജിയർ, ബില്ലിംഗ് പ്രൊസീജിയർ കാര്യങ്ങളൊക്കെ തയ്യാറാക്കണം. ഇതൊക്കെയാണ് മേജർ ഫങ്ഷൻസ് എന്ന് പറയുന്നത്. RISന്റെ മേജർ ഫങ്ഷൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് ഏതൊക്കെയാണുള്ളത്? പേഷ്യന്റ് ഷെഡ്യൂളിംഗ്, റിസോഴ്സ് മാനേജ്മെന്റ്, എക്സാമിനേഷൻ ചെയ്യുക, പെർഫോമൻസ് ട്രാക്കിംഗ്, എക്സാമിനേഷൻ പെർഫോമൻസ് ട്രാക്കിംഗ്, പിന്നെ റിപ്പോർട്ടിംഗ് കൊടുക്കണം, റിസൾട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം, പ്രൊസീജിയർ ആൻഡ് പ്രൊസീജിയർ ബില്ലിംഗ് പ്രൊസീജിയർ കാര്യങ്ങളൊക്കെ ചെയ്യണം. RIS complements HIS and PACS is crucial to efficient workflow to radiology practice. അടുത്ത നോക്കിയേ, RISന്റെ പ്രവർത്തനങ്ങള്, റേഡിയോളജിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിന്റെ പ്രവർത്തനങ്ങളെ സഹായിക്കുന്നത് ആരൊക്കെയാണ്? HIS ഉം PACS. അതെന്താ അതിന്റെ എക്സ്പാൻഡഡ് ഫോംസ് ഒക്കെ നോക്കിയേ. HIS ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം അല്ലേ, ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം. PACS എന്ന് വെച്ചാൽ പിക്ചർ അർച്ചീവിംഗ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം. ഇതും എന്താ പറയാ, മെഡിക്കൽ ഇമേജിംഗ് ടെക്നിക്ക് തന്നെയാണ് കേട്ടോ. പിക്ചർ അർച്ചീവിംഗ് ആണ്, പിക്ചർ കിട്ടുക. ഇപ്പൊ നമ്മൾ സ്കാൻ ചെയ്തു, നമുക്ക് നേരെ ആ പിക്ചർ കിട്ടൂലേ സ്കാനിങ്ങിന്റെ അല്ലേ, എക്സ്റേ എടുത്തു, അതിന്റെ പിക്ചർ കിട്ടൂലേ നമുക്ക് നേരെ. അതാണ് പിക്ചർ അർച്ചീവിംഗ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം. അടുത്ത നമ്മൾ ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം. ഇതിന്റെ ഒക്കെ ഒരു എന്താ പറയാ, പൂരകം എന്നാണ് കോംപ്ലിമെന്റ് എന്ന് പറയുന്നത്, പൂരിതമാക്കുന്നു. അതായത് റേഡിയോളജിയിലെ കാര്യക്ഷമമായ ഡിജിറ്റൽ സ്റ്റോറേജ്, റേഡിയോളജിയിലെ കാര്യക്ഷമമായിട്ടുള്ള റേഡിയോളജിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിന്റെ കാര്യക്ഷമമായ പ്രവർത്തനത്തിന് ആരൊക്കെ സഹായിക്കുന്നുണ്ട്? HIS ഉം PACS ഉം. ഈസ് ക്രൂഷ്യൽ, നിർണായകമാണ് ഏതിന്? ടു എഫിഷ്യന്റ് വർക്ക്ഫ്ലോ ടു റേഡിയോളജി പ്രാക്ടീസ്. കണ്ടോ, RISന്റെ പ്രവർത്തനങ്ങളെ സഹായിക്കുന്ന ഘടകങ്ങളാണ് HIS ഉം PACS. ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് അത് മനസ്സിലാവുന്നില്ലേ? റേഡിയോളജിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിന്റെ പ്രവർത്തനങ്ങളെ
സഹായിക്കുന്നത് ആരാണ്? ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം PACS-ഉം. അത് രണ്ടും ഹെൽപ്പ് ചെയ്തില്ലേ? ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിൽ ശേഖരിച്ചു വെച്ചിരിക്കുന്ന ഡേറ്റാസ് ഇപ്പൊ നമ്മുടെ റേഡിയോളജിയിലേക്ക് നമ്മൾ ചെല്ലുകയാണ്. അവിടെ ചെല്ലുമ്പോൾ നമ്മളോട് പേര്, ഡീറ്റെയിൽസ്, കാര്യങ്ങളൊക്കെ വീണ്ടും അവർ ചോദിക്കോ? ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിന് ഡേറ്റാസ് അവർക്ക് ഓൾറെഡി കിട്ടിക്കഴിഞ്ഞില്ലേ? പിന്നെ നമ്മൾ കിടന്നു കഴിയുമ്പോൾ നമ്മൾ എന്ത് ട്രീറ്റ്മെന്റ് അല്ല എന്ത് ഡയഗ്നോസിസ് അല്ലെങ്കിൽ ചെയ്യേണ്ടത്, എന്താണ് പേര്, ഏജ്, അങ്ങനെയുള്ള ഫോൺ നമ്പർ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രത്യേകം അവർ നോട്ട് വേണ്ട അല്ലേ? പിന്നെ പ്രത്യേകിച്ച് നമ്മൾ കൊടുക്കണ്ട. അതാ പറഞ്ഞേ. അപ്പൊ എന്ത് ചെയ്യുന്നു? റേഡിയോളജി ഇൻഫർമേഷൻ സിസ്റ്റത്തിന് നമ്മൾ HISC ഡേറ്റാസ് എടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ പിക്ചർ ആർച്ചൈവിംഗ്, നമ്മൾ ആ ഇമേജിങ്, അതായത് മെഡിക്കൽ ഇമേജിംഗ് ടെക്നിക്കാണ് PACS എന്ന് പറയുന്നത്. അതും HIS-ഉം എന്തിന്? ഈ റേഡിയോളജിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിന്റെ പ്രവർത്തനങ്ങളെ സഹായിക്കുന്നുണ്ട്. ഓക്കെ, കിട്ടിയത്? അപ്പൊ അതിനകത്ത് നമ്മൾ എന്തൊക്കെ നോട്ട് ചെയ്തേ? RIS-ന്റെ എക്സ്പാൻഡഡ് ഫോം പറഞ്ഞു, പിന്നെ RIS-ന്റെ മേജർ ഫങ്ഷൻസ് പറഞ്ഞു. അത് നോട്ട് ചെയ്യണം കേട്ടോ. എന്താ പറഞ്ഞേക്കുന്നേ? അതായത് ഈ റേഡിയോ, അതായത് ഈ രണ്ടും ഇതും റേഡിയോളജിയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്നാണ് അവിടെ പറഞ്ഞേക്കുന്നത്. റേഡിയോളജി ഇൻഫർമേഷൻ സിസ്റ്റം ഇല്ലേ, അത് നമുക്ക് HIS-ലേക്കും അതായത് ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിൽ നിന്ന് റേഡിയോളജിയിലേക്ക് നമുക്ക് വിവരങ്ങൾ എടുക്കാൻ പറ്റൂലേ? ഇല്ലേ? ഇപ്പൊ PACS അതാണ് അവിടെ പറഞ്ഞേക്കുന്നത്. അതായത് ഹോസ്പിറ്റൽ നമ്മൾ ചെന്ന് അപ്പോയിന്റ്മെന്റ് ഒക്കെ എടുക്കുമ്പോൾ നമുക്ക് അവിടെ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ അവിടെ നമ്മൾ ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിലേക്ക് വിവരങ്ങൾ സ്റ്റോർ ചെയ്തിട്ടില്ലേ? അത് റേഡിയോളജിയിൽ ചെല്ലുമ്പോൾ നമ്മൾ വീണ്ടും അവർക്ക് ഇൻഫർമേഷൻ പുതിയത് നമ്മൾ പറഞ്ഞു കൊടുക്കണ്ട. എന്താ? അതിൽ നിന്ന് എടുക്കാനോ, HIS-ന്ന് എടുക്കാനോ? അപ്പൊ HIS-ഉം RIS ഒക്കെ പരസ്പരം കോംപ്ലിമെന്റ് ആണെന്ന് പറഞ്ഞത് പൂരകങ്ങളാണ് അല്ലെ? പരസ്പരം റിലേറ്റഡ് ആണ്, പരസ്പരം ബന്ധപ്പെട്ടിരിക്കുകയാണ്. റേഡിയോളജിക്കൽ പ്രാക്ടീസിന്റെ കാര്യക്ഷമമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് ഈ HIS-ഉം PACS-ഉം ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇത്രയാണ് അവിടെ പറഞ്ഞേക്കുന്നത് കേട്ടോ. അപ്പൊ അല്ലെങ്കിൽ ഈ RIS-ന്റെ പ്രവർത്തനങ്ങളെ ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റവും PACS-ഉം എന്ത് ചെയ്യുന്നുണ്ട്? ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സൗമ്യക്ക് ക്ലിയർ ആയോ? അത് ഞാൻ എപ്പോഴെങ്കിലും പറഞ്ഞിട്ട് തിരിഞ്ഞോന്ന് എനിക്കറിയില്ല. ഞാനത് പെട്ടെന്ന് പറഞ്ഞു പോയപ്പോഴേ ഇത്രയും പറഞ്ഞേക്കുന്നേ. അതാണ് ഞാനൊരു എക്സാമ്പിൾ നിങ്ങൾക്ക് പെട്ടെന്ന് പറഞ്ഞു തന്നു. അപ്പൊ നിങ്ങളുടെ മെമ്മറിയിൽ അത് ഓർത്തിരിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണോ. അതായത് നമ്മൾ പറഞ്ഞില്ല, റേഡിയോളജിയിലേക്ക് ചെല്ലുമ്പോൾ നമ്മൾ വീണ്ടും ഇൻഫർമേഷൻ ഒന്നും അവിടെ കൊടുക്കണ്ട അവർക്ക്. അപ്പൊ കറക്റ്റ് ആണല്ലേ? ചിലപ്പോൾ ഞാൻ തിരിഞ്ഞു പോയിട്ടുണ്ടാവും, സോറി കേട്ടോ അങ്ങനെയാണെങ്കിൽ. അത് തന്നെ അതാ പറഞ്ഞേക്കുന്നത്. അപ്പൊ നേരെ നമുക്ക് വീണ്ടും ഇൻഫർമേഷൻ വേണ്ട HIS-ന്ന് എടുക്കാം. പിന്നെ അതൊരു PACS എന്ന് പറഞ്ഞ പിക്ചർ ആർച്ചൈവിംഗ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ആണ്. അപ്പൊ നമ്മുടെ ആ ഇതില്ലേ, നമ്മുടെ സ്കാനൊക്കെ ചെയ്ത് നമ്മുടെ ആ പിക്ചർ നമുക്ക് കിട്ടൂലേ? അതും ഹെൽപ്പ് ചെയ്യുന്നില്ലേ? റേഡിയോളജിക്കൽ ചെയ്യുന്നത് എക്സ്റേ ആണെങ്കിൽ എക്സ്റേയുടെ ഷീറ്റ് നോക്കി ആ പിക്ചർ നമുക്ക് നോക്കാം അല്ലേ? അപ്പൊ അതിന്റെ പറഞ്ഞേ RIS-ന്റെ പ്രവർത്തനങ്ങളെ HIS-ഉം PACS-ഉം എന്ത് ചെയ്യുന്നുണ്ട്? സഹായിക്കുന്നുണ്ട്. ക്ലിയർ അല്ലേ? ഓക്കെ. RIS-ന്റെ റേഡിയോളജിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിന്റെ പ്രവർത്തനങ്ങളെ ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റവും പിക്ചർ ആർച്ചീവിംഗ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റവും സഹായിക്കുന്നുണ്ട്. ക്ലിയർ? ഓക്കെ, ദാറ്റ്സ് കറക്റ്റ്. ഓക്കെ, കറക്റ്റ് അല്ലേ? അപ്പൊ അത്രയേ ഉള്ളൂ. പിന്നെ അത് ചെറിയൊരു ഇത് പിക്ചർ ആണ്. അതിൽ നിന്ന് ഇപ്പൊ എന്തായാലും എക്സാമിന് ചോദിക്കില്ല. അത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് നോക്കാം കേട്ടോ. ഓക്കെ. ഓക്കെ, അപ്പൊ ഇത്ര ഇതിനകത്ത് ആ 3 കാര്യങ്ങൾ നോട്ട് ചെയ്യണം. എക്സ്പാൻഡഡ് ഫോം നോക്കണം, മേജർ ഫങ്ഷൻസ് നോക്കണം, പിന്നെ RIS-ന് ഹെൽപ്പ് ചെയ്യുന്ന ആരൊക്കെയാന്നുള്ള ജസ്റ്റ് അതൊന്ന് നോക്കി വെക്കാം. രണ്ടും അത് പഠിച്ചു വെച്ചാൽ സൈഡ് എക്സ്പാൻഡഡ് ഫോം കൂടി നോക്കാമല്ലോ. ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം കേട്ടോ. ഇച്ചിരി ബുദ്ധിമുട്ടാണ്, വേറൊന്നുമില്ല. നിങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി, ഒന്ന് വായിച്ച് മനസ്സിലാക്കി വെക്കണം കേട്ടോ. ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് നോക്കാം കേട്ടോ. നാളെ ഉണ്ടല്ലോ.